ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിൻ്റെ തുടക്കത്തിലേക്ക് വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. എല്ലാ നല്ലതും സംഭവിക്കുന്ന ഒരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാവിലെ തുടങ്ങാം. പക്ഷേ ആദ്യം വരുന്ന വാർത്ത അത്ര ശുഭകരമല്ല. ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അപകടത്തിൻ്റെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഏറ്റവും ആദ്യം നമ്മളെ തേടിയെത്തുന്നത്. അത് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടമാണ്. ഗർഡർ ഇടിഞ്ഞു വീണ് വാഹനം അതിനകത്തുപെട്ട് ഒരാൾ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ആ ഭാഗത്ത് അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സമുണ്ട്. ഇപ്പോൾ നേരിട്ട് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകാൻ അരൂർ വഴി പോകാനുള്ള സാധ്യതയില്ല. മറിച്ച് അരൂക്കുറ്റി വഴി തിരിച്ചു വിടുകയാണ് ഇപ്പോൾ വാഹനങ്ങൾ. യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൂടിയാണ് പറഞ്ഞത്. മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അടുത്ത ഇടക്കാല റിപ്പോർട്ടിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതരെ തന്നെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനാണ് SIT ആലോചിക്കുന്നത്. ഡൽഹി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. നമുക്കെല്ലാം വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ അപകടം. പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ മരിച്ചത് ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷ്. മൃതദേഹം പുറത്തെടുത്തത് 3 മണിക്കൂറിന് ശേഷം. വാഹനം വെട്ടിമുറിച്ച്. ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ നിലവിൽ വരും. നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ മുതൽ. സീറ്റ് വിഭജന തർക്കം തീരാതെ മുന്നണികൾ. ചെങ്കോട്ട സ്ഫോടനത്തിൽ മരിച്ച ചാവേർ ഡോക്ടർ ഒമർ നബി തന്നെ. സ്ഥിരീകരിച്ച് DNA ഫലം. സംഘം പദ്ധതിയിട്ടത് വൻ സ്ഫോടന പരമ്പരകൾക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. നേരിട്ട് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. N. വാസുവിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകാനും SIT. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി ഇന്ന് തീരുന്നു. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ 46 കേന്ദ്രങ്ങളിൽ. എക്സിറ്റ് പോളിൽ പ്രതീക്ഷയർപ്പിച്ച് NDA. ആത്മവിശ്വാസം വിടാതെ മഹാസഖ്യം. വിശദമായ വാർത്തകളിലേക്ക്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. ചന്തിരൂരിൽ പുലർച്ചെ 2:30 ഗർഡർ സ്ഥാപിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 3 മണിക്കൂറിന് ശേഷം വാഹനം വെട്ടിമുറിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഗർഡറുകൾ കയറ്റുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് കയറ്റി വിടാറില്ല. ഇരു സൈഡും ബ്ലോക്ക് ചെയ്തതിന് ശേഷമേ വാഹനങ്ങൾ കടത്തി വിടാറുള്ളൂ. കാരണം നമുക്ക് ഇതിന് മുന്നേ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശ്രദ്ധ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ. കാരണം അത്രയേറെ ഗർഡറുകൾ ഇതിനകത്ത് മുകളിൽ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗർഡർ ഒരിക്കലും കടത്താറില്ല. വാഹനം തടഞ്ഞു നിർത്തിയിട്ടാണ് ഗർഡർ കടത്തുന്നത്. ഇതിനെന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവർ പറയുന്നത് ഒരു ജാക്കി വച്ചതിന് ശേഷം ഒരു ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വിശദമായിട്ട് പരിശോധിക്കും. അത് അതിൻ്റെതായ എൻജിനീയേഴ്സ് വന്നാലേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. ഒരാളെങ്കിൽ ഒരാളും ഒരു ജീവനും നമുക്ക് പൊലിയാൻ പാടില്ല. അത് നമുക്ക് ഏറ്റവും വലുത് തന്നെ. ഒരു കുടുംബമാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് വലുത് തന്നെ. നമ്മൾ വളരെയധികം വേദനിക്കുന്നുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പം പോലീസൊക്കെ ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ കളക്ടറിനെ അറിയിച്ചിട്ടുണ്ട്. മിനിസ്റ്ററിൻ്റെ തലത്തിൽ വരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ നിർമ്മാണം പൂർത്തിയാകാനൊക്കെ ഉണ്ടല്ലോ. ഒരു ആശങ്ക നിലനിൽക്കുകയാണല്ലോ. ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം നിർമ്മാണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ വരുമ്പോൾ നമുക്ക് ആശങ്കകൾ കൂടും. ജനങ്ങൾ അതിൽ അതിൻ്റെ അടിയിലൂടെ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുതന്നെയല്ല, ഉത്കണ്ഠയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്കണ്ഠയുടെ കാരണങ്ങൾ എൻജിനീയേഴ്സ് വന്നാലേ ഇത് അറിയാൻ പറ്റുള്ളൂ. ഇതിനെത്രത്തോളം, കാരണം മുന്നേ തന്നെ അറിഞ്ഞതാണ് ഈ ഗർഡർ എന്ന് പറയുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. താഴെ കൂടെ വാഹനം പോകുമ്പോൾ ഗർഡർ ഒരിക്കലും വാഹനത്തെ കടത്തി വിടാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് വാഹനം കടന്നു പോയി ഇവർ പറയുന്നത് വച്ചു കഴിഞ്ഞാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതിലെത്രത്തോളം അത് ജെനുവിൻ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കും. വെളുപ്പിന് 2:30 മണിക്കായിരുന്നു സംഭവം. സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങി വന്നതായിരുന്നു. പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഒരു ഗർഡർ വണ്ടിയിൽ വേണ്ടി കിടക്കുന്നു. പക്ഷേ ഓപ്പോസിറ്റ് വശം ആൾക്കാർ ഇവരുടെ ഓടുക പണിക്കാർ ഓടുക കണ്ടായിരുന്നു. ഓപ്പോസിറ്റുള്ള
ആക്സിഡന്റ് ഉണ്ടോ ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ സംഭവം അതായിരുന്നില്ല. വണ്ടി പറ്റിയ ആൾക്കാർ നോക്കാൻ വന്നില്ല. നമ്മൾ നോക്കിയപ്പോഴേക്കാണ് വണ്ടിയുടെ മേളിൽ ഗർഡർ ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരാളും ഉണ്ട്. 2.5 മണിക്കാണ് ആള് മരിച്ചിരിക്കുന്നതിനകത്ത്. പക്ഷെ ഇപ്പോഴാണ് സംഭവം എല്ലാം ഒരാളിവിടുന്ന് എടുത്തു കൊണ്ടുപോകാനൊക്കെ സാധിച്ചത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി MLA ചോദിച്ചതുപോലെ അത്യധികം ആശങ്കയുള്ളൊരു കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് ഉടനീളം ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ചന്ദരൂരിൽ ഇങ്ങനൊരു ദാരുണമായ അപകടം ഉണ്ടാവുന്നത്. എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഈ പറയുന്ന പോലെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് രാത്രിയൊക്കെ വാഹനങ്ങൾ വഴി തിരിച്ചു വിടുന്നതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി അവിടെ നിന്ന് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വഴിതിരിച്ചു വിടേണ്ടതാണ്. കാരണം ഈ ഭാഗത്ത് ഈ തലക്ക് മുകളിലായിട്ട് കാണാം ഇത് പാലം നിർമ്മാണം, അത് ഉയരപാത നിർമ്മാണം വേഗതയിൽ പൂർത്തീകരിക്കുന്നുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനുള്ളൊരു സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യമാണ്. ഈ കാണുന്ന ഗഡറുകളിൽ ഒന്നാണ് താഴേക്ക് വീണത്. ഈ ഭാഗത്താണ് ഇപ്പോൾ കാണുന്ന ഈ മുകളിൽ കാണുന്ന ഈ ഒഴിഞ്ഞ ഭാഗത്ത് അവിടെ നിന്നാണ് ഗഡർ താഴേക്ക് വീഴുന്നത്. ഇവർ പറയുന്നത് നേരത്തെ MLA ഡൽഹിമ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ജാക്കി തെന്നി മാറി എന്നതാണ് ഇവരുടെ പ്രാഥമികമായ അനുമാനം. പക്ഷെ അതല്ല, ആ രീതിയിലേക്കല്ല ആ കാര്യങ്ങൾ വേണ്ടത്. കാരണം കൃത്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഇവിടെ സ്വീകരിക്കേണ്ടത്. ഈ ഒരു കൂറ്റൻ ഗർഡർ, അത്ര കണക്കിന് ടൺ കണക്കിന് ഭാരമുള്ള ഒരു ഗർഡർ വന്ന് താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യത ഇതെല്ലാം തന്നെ പരിഗണിക്കണം. കാരണം താഴെ ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുന്ന സാധ്യതകൾ കൂടി ഇതെല്ലാം തന്നെ പരിശോധിച്ചും കണക്കിലെടുത്തും വേണം അത്തരം കാര്യങ്ങൾ നിർമ്മാണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ അത്രത്തോളം മുൻകരുതൽ എടുത്തിരുന്നില്ല എന്ന് തന്നെയല്ലേ അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം തീർത്തും നിരപരാധിയായ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്തുകൂടി വാഹനം കടന്നു പോകുന്നത്. ഇത്രത്തോളം ഈ ഗർഡർ കയറ്റി വെക്കുമ്പോഴാണ് താഴെ കൂടി തന്നെ വാഹനങ്ങൾ കടത്തിവിടുക എന്ന ആ രീതി ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് തീർത്തും അതീവ ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇപ്പോൾ ഈ താഴെ വീണ ഗർഡർ അത് 2:30 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടമുണ്ടായതായിട്ട് കണക്കാക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകളുടെ പരിശ്രമം കൊണ്ടാണ് അതിന് ഈ പിക്കപ്പ് വാനിന് മുകളിൽ നിന്ന് ഇത് മാറ്റുന്നത്. കാരണം അതൊരു നിസ്സാരമായൊരു കാര്യമല്ല. ഇതിൽ നിന്ന് ആളെ പുറത്തേക്ക് എടുക്കുക എന്നതെല്ലാം തന്നെ ഒടുവിൽ ഇതിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഗർഡർ ഉയർത്തി നിർത്തുകയും അതിനുശേഷം മറ്റൊരു വാഹനം കൊണ്ട് ഇത് കെട്ടിവലിച്ച് ഈ ഓട്ടോറിക്ഷ പിക്കപ്പ് വാൻ ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം അതിൽ നിന്ന് വെട്ടിപ്പൊളിച്ചാണ് അതിനകത്തുണ്ടായിരുന്ന ആലപ്പുഴ സ്വദേശിയായ രാജേഷിനെ മൃതദേഹം പുറത്തെടുക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമവും കാര്യങ്ങളുമെല്ലാം ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംബന്ധിയായ ചോദ്യങ്ങൾ തന്നെയാണ് ചുറ്റും ഉയരുന്നത്. കാരണം ഈ കാര്യത്തിൽ ഏത് രീതിയിലാണ് സുരക്ഷാ മുൻകരുതലെല്ലാം സ്വീകരിക്കേണ്ടത് എന്നതാണ്. ഈ കാണുന്ന ഗർഡർ അത് നോക്കുക, എത്ര ഭാരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ തന്നെയും നിരവധിയായ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഇത്രത്തോളം ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടായില്ല എങ്കിൽ കൂടിയും പരിസരവാസികൾ പലപ്പോഴും വലിയ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിരുന്നു. അതെല്ലാം തന്നെ അവരൊരു സുരക്ഷാ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചാണ്. ചെറുതും വലുതുമായ ചെറിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ളതാണോ? ചെറുതും വലുതുമായ അപകടങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. ഇവിടെയുള്ളതാണോ? നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെയോടുകൂടി വാർത്ത പറഞ്ഞതോടുകൂടി ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വരികയും ഈ പരിസരത്തുള്ളവർ അല്ലാത്തവരുമെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവർ പലരും തന്നെ സൂചിപ്പിച്ചത് പലപ്പോഴും ഉണ്ടായിരുന്ന ചെറിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതിൽ കൃത്യമായ ഒരു നടപടികൾ എടുക്കാതിരുന്നത് കൊണ്ടാണ്. ഈ ഭാഗത്തുള്ളതാണോ? നേരത്തെ പലപ്പോഴും പല വിധത്തിലുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഇവർ കാണിക്കുന്നത്. യാതൊരുവിധ മനുഷ്യന് ജീവന് വിലയില്ലാത്ത രീതിയിലാണ് ഇവരുടെ നിലപാട്. ഇവിടെ കുറെ അധികം നാട്ടുകാർ കൂടി ഇതിനകത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അതായത് ഈ പണി തുടങ്ങിയ തൊട്ട് ഏകദേശം ഒരു 40-45 പേരോളം ഈ ഒരു ദുരിതത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. ഭയങ്കരമായ അനാസ്ഥയാണ് സംഭവിച്ചേക്കുന്നത്. കാരണം ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ വിശ്വസിച്ച് പിന്നെ പുറത്തുകൂടി എങ്ങനെ വണ്ടിയായിട്ട് പോകും? ചെയ്യേണ്ട പരിപാടികളാണതല്ല. ഇവരൊന്നും ബ്ലോക്ക് ചെയ്യാതെ ഈ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നത്. വലിയൊരു ബ്ലോക്കിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഇത് മൊത്തം ഇടിച്ച് താഴെത്തോട്ട് വരുന്നത് എന്താ ഉറപ്പ്? ഇവര് വരുന്ന ഇവരുടെ പണിയിൽ ഭയങ്കര വീഴ്ചയാണ്. കമ്പി എല്ലാ രീതിയിലും ഇത് വളരെ മോശമാണ് ഇവരുടെ പണി.
ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പണിയാണ് നടക്കുന്നത്. സാധാരണ റോഡ് അപ്രോച്ച് റോഡ് പണിതിട്ടാണ് സാധാരണ ഇത് പണിത് പോകുന്നത്. അതുപോലും ചെയ്യാതെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അമിതമായിട്ട് പണം ഇവരുടെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത്. ജനദ്രോഹമാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. ജനങ്ങളെ ദ്രോഹിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എല്ലാ വിധത്തിലും. മറ്റിയെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. മനുഷ്യജീവന് ഒരു വിലയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. 10-60 പേര് മരിച്ചുവിടാം. ജനത്തിൽ നടക്കാൻ കൂടി പറ്റാത്ത റോഡുകൾ. രാത്രി ഇത്രയും വലിയ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവര് എന്ത് ലൈറ്റിലാണ് ചെയ്യണേ? ഒരു ലൈറ്റ് ഇതേ ഇവിടെ ഉണ്ട്, ഒരു ലൈറ്റ് അവിടെ ഉണ്ട്. ഇത്രയും വലിയ 70 ടണ്ണുള്ള എത്ര 70 ടണ്ണല്ലേ? 70 ടണ്ണുള്ള സാധനം കയറ്റിയിട്ട് ഇത് പണിയുമ്പോൾ ഒരു ലൈറ്റ് ഇവിടെ, ഒരു ലൈറ്റ് അവിടെയാണ്. ഇവർക്ക് എങ്ങനെ ഇവർക്ക് ഈ ജോലി ആണ്? ഒരു ഇത്ര ഇരട്ടത്തിൽ നിന്ന് ഒരു പണിയുമ്പോഴത്തേക്ക് ഒരു ജാക്കിലോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരി കഴിഞ്ഞാൽ പറ്റും. അത്രയ്ക്കൊരു സംവിധാനം ഇല്ലാതാണ് വർക്ക് ചെയ്യണത്. നിങ്ങൾ നേരിട്ട് കണ്ടേ, ഒരു ലൈറ്റ് ഇവിടെ ഉണ്ട്, ഒരു ലൈറ്റ് അവിടെ ഉണ്ട്. ഇതിലാണ് ഇവർ രാത്രി വർക്ക് ചെയ്യണത്. വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. എത്ര 2 ലൈറ്റ് ഉണ്ട്. 2 ലൈറ്റിലാണ് 100 തൊഴിലാളികൾ ജോലി ചെയ്യണത്. പിന്നെ അപ്പൊ താഴത്ത് വണ്ടി പോണ പോലെ അവര് കാണില്ല. അവർക്ക് കാണാൻ പറ്റില്ല. അവരെ ഈ എന്ന് പറയാ ഇത് ഇപ്പൊ 2 ഇടിച്ച് വീണില്ലേ? 2 ഇടിച്ച് ഇപ്പൊ അല്ലെ 2 ഇടിച്ച് വീണു. ഒരു വണ്ടി ഇവരുടെ വണ്ടി തന്നെ 2ആയിട്ട് കണ്ടിച്ചു പോയത് തുറവൂർ ജംഗ്ഷനിലുണ്ടായി കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ്. യാതൊരു സംവിധാനം ചെയ്തു കൊടുക്കണില്ല. പിന്നെ യാത്രക്കാർക്ക് എന്ത് സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യർ എത്ര പേരെ മരിച്ചിട്ടില്ല ഇവിടെ ഈ വർക്ക് ചെയ്യണം. ഈ ജോലിക്കാർക്ക് യാതൊരു സംവിധാനം കൊടുക്കണില്ല ഇവര്. ഒന്ന് രാത്രി 3 മണി 2 മണിയൊക്കെ ഈ കുഞ്ഞു വെളിച്ചത്തിലല്ലേ ഉറങ്ങിപ്പോകും. അങ്ങനെയൊക്കെ പറ്റുന്നതാ. ഇവിടെ ഈ താഴെ കൂടി വാഹനം പോകുമ്പോൾ അത് നിയന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പണി പൂർണ്ണമാകുമ്പോ 5000 പേരെങ്കിലും മരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതാ കോൺട്രാക്ട്. അല്ല, നിയന്ത്രണമില്ലല്ലോ, ഒരു നിയന്ത്രണവും ഇല്ലല്ലോ ഇവിടെ. കാരണം അവർ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലാതെ കോൺക്രീറ്റ് ഇടുമ്പോഴൊക്കെ വണ്ടിയുടെ മേളിലേക്ക് വീഴുക. എന്നിട്ട് അവർക്കൊരു ഉത്തരവാദിത്തത്തിൽ ചെന്ന് പരാതിപ്പെട്ടല്ല ഒന്നുമില്ല. പോലീസ് പോലും കേസെടുക്കുന്നില്ല. പോലീസ് എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ ഇപ്പോഴല്ലേ അരൂരൊരു ചെറിയൊരു ബ്ലോക്ക് കുറക്കാൻ വേണ്ടി പോലീസ് നടപടിയെടുത്തത്. ഇത്ര ദിവസം ഏത് കളക്ടർ ആരെങ്കിലും ഇടപെട്ട? ഇങ്ങനെ ഒരുപാട് അപകടങ്ങളുണ്ടായി. 48 മനുഷ്യജീവൻ ഇവിടെ മരണപ്പെട്ടു. ഏതെങ്കിലും ഒരു നടപടി ഉണ്ടായി? എന്തെങ്കിലും കാരണങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല ഇവിടെ. എല്ലാവിധത്തിലും ജനങ്ങളെ ദ്രോഹിക്കുക. ഇതുകൊണ്ട് ഇവിടെ നമുക്കെന്താ ഒരു നേട്ടം? വൻകിട മുതലാളിമാർക്കല്ലാതെ ഇവിടുത്തെ സാധാരണക്കാർക്കോ ഞങ്ങൾക്ക് ആർക്കും ഒരു വരുന്ന തലമുറയിൽ ആർക്കും ഇവിടെ ഈ റോഡ് മേൽപ്പാലം കൊണ്ട് ഒരു നേട്ടവും ഇല്ല. ദ്രോഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇതുകൊണ്ട് കുറെ നാട്ടുകാർ രോഗിയായി. അങ്ങനെ ഒരു ഗുണമുണ്ട് പൊടിയും ഇതൊക്കെ പിടിച്ചുകൊണ്ട്. വലിയ വിമർശനം ഈ നിർമ്മാണ പ്രക്രിയ നടക്കുന്ന ഈ ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. അതിനോടൊന്നും യോജിപ്പില്ല. ഈ ഒരു വികസനം വരാൻ നേരത്ത് നാട്ടുകാരെ ദ്രോഹിക്കണം എന്ന് എന്താ കഥയിരിക്കണത്? ഏതായാലും വലിയ ഒരു സുരക്ഷാ ക്രമീകരണം, സുരക്ഷ ഒരുക്കുന്നതിലുള്ള ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും ആളുകൾ പറയുന്നതും അത് തന്നെയാണ്. മുകളിൽ ഗർഡർ ഉയർത്തുമ്പോഴെല്ലാം തന്നെയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇതിൽ താഴെ വാഹനങ്ങൾ പോകുമ്പോൾ അതിന് കടന്നു പോകാവുന്ന ഒരു വഴിയെല്ലാം സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായ ഒരു സുരക്ഷിത പാതയായിരിക്കണം ഇത് കടന്നു പോകുമ്പോഴെല്ലാം അത് സ്വീകരിക്കേണ്ടത്. പക്ഷെ അത്തരത്തിൽ ഒന്നുണ്ടായില്ല എന്നതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു അപകടം. ഈ ഒരു കൂറ്റൻ ഗർഡർ ഇവിടേക്ക് താഴേക്ക് വീഴാനിടയായ കാരണം കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ, സുരക്ഷാ മുൻകരുതലൊന്നും സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗർഡർ താഴേക്ക് വീഴുന്നതും ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും. ആളുകളുടെ വാക്കുകൾ നേരത്തെ സൂചിച്ച കേൾക്കുമ്പോൾ മനസ്സിലാകും. കാരണം നിരവധിയായ അപകടങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരം അപകട സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒന്നും മറ്റേയായുള്ള പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ ഇതിപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒരു പടുകൂറ്റൻ ഗർഡർ ഇവിടേക്ക് താഴേക്ക് വീണിരിക്കുന്നു. അതിനടിയിൽപ്പെട്ട ഒരു പിക്കപ്പ് വാൻ അതിൽ അടിയിൽപ്പെടുന്നു. തീർത്തും നിരപരാധിയായ അതിന്റെ ഡ്രൈവർ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നതാണ്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ലോഡുമായി വന്ന വാഹനമായിരുന്നു അത് എറണാകുളം മാർക്കറ്റിലെത്തുകയും അതിനുശേഷമാണ് ഇവിടേക്ക് ഈ ദുരന്തത്തിന് ഇരയാകുകയും എല്ലാം തന്നെ ചെയ്തത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന പ്രയത്നത്തിന് ഒടുവിലാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന്
ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരം നീക്കം ചെയ്യുകയും എല്ലാം ചെയ്തത്. ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും എത്തി നിൽക്കുന്നു എന്നതാണ്. ഈ ഭാഗത്തുള്ള തന്നെയാണോ? ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. എന്തെങ്കിലും ഈ സുരക്ഷാ മുൻകരുതലൊക്കെ ഇതിലെ പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരു സുരക്ഷയും ഇല്ല ഇവിടെ. ഈ സുരക്ഷയില്ലാത്തത് കൊണ്ടാണല്ലോ ഇത്ര അധികം മരണങ്ങൾ സംഭവിക്കുന്നത്. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇവരുടെ ആളുകൾ തന്നെ എത്രയോ. ഒരു സേഫ്റ്റി എന്ന് പറയണത്, സേഫ്റ്റി ബെൽറ്റ് മേത്തിട്ടുകൊണ്ട് സേഫ്റ്റി ആവില്ല. അത് ഏതെങ്കിലും ഭാഗത്ത് ഹുക്ക് ചെയ്താൽ മാത്രമേ സേഫ്റ്റി ആവുള്ളൂ. ഒരു സേഫ്റ്റി പോലും ഇല്ലാതെ, ഒരു സേഫ്റ്റി ഓഫീസറുടെ മേൽനോട്ടം പോലും ഇല്ലാതെ ഇവിടെ ഇത്രയും വലിയ വർക്ക് നടക്കുന്നത്. ഇവിടെ ഒരു സേഫ്റ്റി ഓഫീസർമാരെ ഞങ്ങൾ കാണാറില്ല. ഇവർ സാധാരണ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ രാവിലെ എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് ഒരു സേഫ്റ്റി ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് പാസ്സാകണം. ഇതൊക്കെ ഒരുപാടുള്ളതാണ്. ഇതൊന്നുമില്ല. ഇതിപ്പോ ഞാൻ ഇന്ന് പണി ചോദിച്ചാൽ എന്നെ അങ്ങോട്ട് കയറ്റിയാണ്. എനിക്ക് സേഫ്റ്റി ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. ആൾക്കാരാണ്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ഇന്ത്യക്കാർ അവിടെ അങ്ങോട്ട് കിട്ടുമ്പോൾ ആൾക്കാർ കയറി, എടാ നീ എന്താ ഇവിടെ, ഞാൻ ഇന്നലെ കയറി. ഇതാണ് അവർ പറയുന്ന മറുപടി. ഇവർ ഹിന്ദിക്കാരനായ മാത്രം മതി, മലയാളികൾ അവർ എടുക്കുകയില്ല. ഹിന്ദിക്കാരായ മാത്രം മതി. എന്നിട്ട് ഒരു സേഫ്റ്റി ഇല്ലാതെ ഈ പണി കാണാവുന്ന. ഇപ്പൊ കഴിഞ്ഞ അല്ലമീന്റെ അവിടെ ഞങ്ങൾ കണ്ടു നിൽക്കുകയാണ്. മേത്ത് വീണിട്ട് അവന്റെ ഇവിടെ കൂടിയൊക്കെ കമ്പി കയറി തലച്ചോറ് പുറത്തുപോയി. കാരണം അവന് ഹുക്ക് ഇട്ടിരുന്നെങ്കിൽ അവൻ വീഴിയല്ല. എന്നിട്ട് ഒരു കമ്പിയിൽ അവനെ കൊങ്ങാക്കി കയറിയിട്ട് കോർത്ത് കിടക്കണതാണ്. അത് എന്നിട്ട് കൊണ്ടുപോയ മരിച്ച ആൾക്കാരുടെ റിപ്പോർട്ടാ. ഒരിടവും ആരും പറയണമില്ല. എത്രയോ പേര് ഇപ്പൊ ഞങ്ങളുടെ അറിവാണ്, സാക്ഷികളല്ല. ഈ ഫില്ലറിനകത്ത് ഇവരെ അടിയിലെ ഫില്ലറുണ്ട്, അതിനകത്ത് പോയി ഒരുപാട് പേര് സ്റ്റാഫ് പരിചയപ്പെടുന്ന പറഞ്ഞത്. അത് അവരാരും തിരിച്ചെടുക്കാനും പറ്റിയല്ല. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇവിടെ താഴെ കൂടി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് തന്നെയാണോ മുകളിൽ വാഹനങ്ങൾ ഇത് കയറ്റാൻ നേരത്ത് മാത്രം അവർ തടയും. അത് ഇപ്പൊ ഇത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കയറ്റി മുകളിൽ വന്നു കഴിയുമ്പോൾ വാഹനം വിടും. ആ സാധനം ഉറപ്പിക്കുന്നതിന് സമയത്തായാലും തെന്നി താഴത്തേക്ക് പോരാ. ഇത് മനുഷ്യ ക്ഷമ കേട്ട 3 മണിക്കൂർ കിടന്നിട്ടായിരിക്കും കിട്ടുന്നത്. ആ സമയത്ത് കടന്നൽ കൂട്ടം പോലെയാണ് വാഹനങ്ങൾ പോകുന്നതും. ഇവിടെ അതിനുള്ള ഒരു മാർഗമൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പറയുന്നുണ്ട് വണ്ടികളിലോട് വാഹനങ്ങളൊക്കെ തിരിച്ചു വേണം. ഇവിടെ വാഹനത്തിന് ഒരു നിയന്ത്രണം കണ്ടതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. നമ്മൾ രാവിലെ മുതൽ ഇവിടെ നിന്ന് കേൾക്കുന്ന ഒരു കാര്യം ഈ സുരക്ഷാ വീഴ്ചകൾ സംബന്ധിയായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം കൃത്യമായ ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതാ ലൈറ്റ് കണ്ട, ഇതാ നോക്കാം. ആ ഒരൊറ്റ ലൈറ്റിനാണ് ഈ നൈറ്റിലെ പണി നടക്കുന്നത്. ഇവര് മുകളിൽ ശ്രദ്ധിക്കുക, താഴെ ശ്രദ്ധിക്കുമോ? നേരത്തെയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കാരണം പരിമിതമായ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നതാണ്. അത് സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം വളരെ തികച്ചും പരിമിതമായ ഒരു സാഹചര്യത്തിലായി വെളിച്ച വിധാനം മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് ആളുകൾ കഴിഞ്ഞ കുറെ നേരമായി നമ്മളോട് സംസാരിക്കുന്നത് എല്ലാവരും അത് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാനോ ആ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഇവിടെ പരിസരവാസി സൂചിപ്പിച്ചതുപോലെ ഞാൻ മടങ്ങിയെത്താം. എന്തായാലും സർക്കാർ തലത്തിൽ ഇതിലുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ നടപടികളെ കുറിച്ചുകൂടി നമുക്കൊന്ന് നോക്കി വരാം. പൊതുമരാമത്ത് സെക്രട്ടറിയോട് ഈ അപകടത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് സെക്രട്ടറി ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം ആവശ്യപ്പെടും. വി അരുൺ വിശദാംശങ്ങൾ നൽകും. അരുൺ, അപകടമുണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നതും അല്ലെങ്കിൽ വിശദീകരണങ്ങൾ വരുന്നതുമൊക്കെ. ഈ നാട്ടുകാർ പറയുന്ന പരാതിയൊന്നും ആരും കേട്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സർക്കാർ ഏത് തരത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റേതാണ് ഇടപെടൽ. പൊതുമരാമത്ത് സെക്രട്ടറിയോട് അപകടമുണ്ടായ പശ്ചാത്തലമാണ് മന്ത്രി ചോദിച്ചിട്ടുള്ളത്. അടിയന്തരമായ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനമാണ്. അതുകൊണ്ട് പൊതുമരാമത്ത് സെക്രട്ടറി ദേശീയപാത അതോറിറ്റിയുടെ ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെടും. അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി മന്ത്രിക്ക് നൽകുകയും ഈ അപകടങ്ങൾ അടിക്കടി ഇത്തരം അപകടം ഉണ്ടാകുന്ന വലിയ ആശങ്കയുണ്ടാകും. നേരത്തെ കേന്ദ്ര മന്ത്രി കണ്ടപ്പോഴുമൊക്കെ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിലുണ്ടാകുന്ന അപകടങ്ങൾ, അതിൽ ദേശീയപാത നിർമ്മാണ കമ്പനികളുടെ വീഴ്ചയൊക്കെ സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും അപകടമുണ്ടാവുകയാണ്. ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യമാകും സംസ്ഥാനം ദേശീയപാത അതോറിറ്റിയോട് ഉന്നയിക്കുക. അരുണാണ് വിവരങ്ങൾ നൽകിയത്. പൊതുമരാമത്ത് മന്ത്രി പൊതുമരാമത്ത് സെക്രട്ടറിയോടാണ് ഇപ്പോൾ വിവരം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വിശദീകരണം സെക്രട്ടറി ആയിരിക്കും തേടുക. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇതിപ്പോൾ ഈ ആലപ്പുഴ
എറണാകുളം ദേശീയപാതയിലെ യാത്ര അല്ലെങ്കിൽ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. പണി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അവിടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. ഇതെപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന ഒരു അപകടമായിരുന്നു എന്നതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ഗതാഗതം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? എത്രത്തോളം ബുദ്ധിമുട്ട് ആ രീതിയിൽ അവിടെ അനുഭവപ്പെടുന്നുണ്ട്? ശ്രീജ, ഇപ്പോൾ ഈ ദേശീയപാത അതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്, ഒന്ന്, എറണാകുളത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അരൂക്കുറ്റി വഴി തിരിഞ്ഞ് പോകണം. എന്നിട്ട് പിന്നീട് അടുത്ത ഡിവിഷനിൽ ഇവിടേക്ക് ദേശീയപാതയിലേക്ക് തിരിച്ചു കയറണം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ എക്സ്റേ ജംഗ്ഷനിൽ നിന്നാണ് തിരിച്ചുവിടുന്നത്. ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് തിരിച്ചുവിട്ടതിന് ശേഷം ഈ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ഒരു നിർദ്ദേശങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വീണ്ടും കറങ്ങി ഇതിലേക്ക് വരണം. അപ്പം തിരിയേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ചേർത്തല എക്സ്റേ ജംഗ്ഷൻ ആ ഭാഗത്തു നിന്നാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത്. എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ അരൂക്കുറ്റി ഫെറി അവിടെ നിന്ന് തിരിച്ചുവിടുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് വാഹനം നീക്കം ചെയ്തു, അപകടത്തിൽപ്പെട്ട വാഹനം നീക്കം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഗർഡർ ഇപ്പോൾ അത് നീക്കുന്ന ജോലിയിലേക്കെല്ലാം കടന്നപ്പോൾ ഭാഗികമായി ഇതിന്റെ ഒരു ഗതാഗത സംവിധാനം പഴയതുപോലെ തന്നെ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഈ പരിമിതമായ രീതിയിലേക്ക് നിയന്ത്രണങ്ങളോടൊരു വാഹനം കടത്തിവിട്ടു തുടങ്ങി. ഇത് പൂർണ്ണമാകുമ്പോഴേക്കും വൈകാതെ ഈ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് കടന്നു പോകാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും. അതിനുശേഷം വാഹനങ്ങൾ കൂടുതൽ ഈ ഭാഗത്തേക്ക് തന്നെ കടത്തിവിടുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഭാരവാഹനങ്ങളടക്കം ഇവിടേക്ക് വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു കൂടുതലും വാഹനങ്ങൾ ആ ഒരു നിയന്ത്രണം മാറ്റുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ നിർദ്ദേശങ്ങളോടുകൂടി തന്നെ വാഹനങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ കടന്നു വന്ന് തുടങ്ങുന്നുണ്ട്. ഒരുപക്ഷെ അത് പഴയ ആ നിയന്ത്രണം നീക്കിയിട്ടുണ്ട് എന്ന ഒരു സൂചനയുണ്ട്. അത് ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്രമീകരണം ഇതാണ്. ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് തിരിയുക, എറണാകുളത്ത് നിന്ന് വരുമ്പോൾ അരൂക്കുറ്റി ഫെറി അവിടെ നിന്ന് വാഹനങ്ങൾ തിരിഞ്ഞു പോവുക എന്നതാണ് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഏതായാലും നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ ദുഷ്കരമാണ് ഇതിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നതെല്ലാം തന്നെ. കാരണം നേരത്തെ ഈ ഭാഗത്തൂടെ പോകുമ്പോൾ വാഹന ഗതാഗത കുരുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ആശങ്ക നമ്മൾ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഒരു അപകടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു തോന്നൽ എല്ലാവരും തന്നെയുണ്ട്. നമുക്ക് കാണാം, കടന്നു പോകുമ്പോൾ നമുക്ക് മുകളിൽ ഗർഡറുകളും കാര്യങ്ങളും എല്ലാം തന്നെ സ്വതവേ ഇതിലേക്ക് കടന്നു പോകുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇത്. എത്ര കണ്ട സുരക്ഷിതമാണ്, നമ്മളിതിലെ കടന്നു പോകുമ്പോൾ ഈ യാത്ര എത്ര കണ്ട സുരക്ഷിതമാണ്, കുഴപ്പമുണ്ടാവില്ല എന്നെല്ലാം തന്നെ ഒരു തോന്നൽ മനസ്സിലുണ്ടാകും. പക്ഷേ പലപ്പോഴുമായിട്ട് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇവരുടെ ജീവനക്കാർ തന്നെ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നാട്ടുകാരെല്ലാം അത് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും ജീവനക്കാർ അപകടത്തിൽപ്പെട്ട മരിക്കുന്ന സംഭവങ്ങൾ, അത് ചിലപ്പോൾ അപകട മരണങ്ങൾ എന്ന രീതിയിൽ തന്നെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു കണക്ക് വലുത് തന്നെയാണ്. ഇപ്പോൾ ഇത് നമുക്ക് പ്രത്യക്ഷമാവുന്ന രീതിയിലേക്ക് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരും സമയത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പരിസരം അദ്ദേഹം നോക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഉന്നതരായ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിലുള്ള ഒരു അന്വേഷണം, അതിന്റെ ഒരു പ്രാഥമികമായ നടപടികളും വിലയിരുത്തലുകളും എല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അടക്കം ഇവിടേക്ക് വരുന്ന ഈ സ്ഥലം, അപകടമുണ്ടായ ഈ സ്ഥലം അദ്ദേഹം സന്ദർശിക്കുകയാണ്. പ്രധാനമായും തന്നെ ഈ പരിസരത്തുള്ളവർ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഈ ഇവിടെയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ
അഭാവമാണ്. വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അവർ പറയുന്നു. നേരത്തെയും മതിയായ രീതിയിലുള്ള വെളിച്ചം പോലും ഇവിടെയില്ല. രാത്രികാലങ്ങളിലെല്ലാം ജോലി നടക്കുമ്പോൾ മതിയായ ഒരു വെളിച്ചം പോലും ഇവിടെയില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് മുന്നിലേക്ക് പരാതിയായിട്ട് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ആളുകൾ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു തുടങ്ങിയത് തീർത്തും ഒരു സൗകര്യങ്ങളില്ലായ്മയിൽ തന്നെയാണ് ജോലികൾ ഇവിടെ നടക്കുന്നത്. സൗകര്യമില്ലായ്മ എന്നതിനേക്കാൾ അപ്പുറം സുരക്ഷയിൽ വലിയ രീതിയിലുള്ള ഒരു പാളിച്ചകളും കാര്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. കൂടുതൽ ഒരുപക്ഷെ ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തിരി ഒന്ന് ഒതുങ്ങിയിരുന്നു. യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലല്ലോ, നമ്മൾ തീർച്ചയായിട്ടും ഇതിന് നമ്മൾ പ്രാഥമിക ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇത് അന്വേഷണം പൂർണ്ണമായി തീർച്ചയായിട്ടും ഡീറ്റെയിൽ അന്വേഷണം നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തുകൊണ്ടാണ് സംഭവിച്ചത് വ്യക്തമായിട്ടൊരു അന്വേഷണം ഉണ്ടാവും, നാഷണൽ ഹൈവേയുടെ ഭാഗത്തുണ്ടാവും. പ്രാഥമിക രൂപത്തിൽ നമ്മളിപ്പോ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ടോൾ പ്ലാസ ആണ്. ഏകദേശം 38 മീറ്റർ വീതിയുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന ഗാൻട്രിക്ക് വെച്ച് ലിഫ്റ്റ് വെച്ചതിന് ശേഷം സൈഡ് പുഷ്, നമ്മൾ നോർമൽ കേസിൽ ഇതിനടിയിൽ ബെയറിംഗ് ഉണ്ട്, ബെയറിംഗിന്റെ വെള്ളി കൃത്യമായിട്ട് പുഷ് എടുത്ത് വെക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ കേസിൽ ഇവിടെ അത് സാധ്യമല്ല. ഗാൻട്രിക്കേറ്റർ വെച്ച് എടുത്ത് റേസ് ചെയ്തതിനു ശേഷം ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുകയും ഈ ബെയറിംഗിന്റെ വെള്ളം ഉയർത്തി വെക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ഈ ഞാൻ മനസ്സിലാക്കിയത് ഉയർത്തി വെച്ച സമയത്ത് ജാക്ക് ഫെയിലിയറായി ഇത് താഴെ വീണെന്നാണ് മനസ്സിലാക്കിയത്. ഇതല്ലേ പറയാം, ഒരെണ്ണം വീണു, അത് മറ്റേ ബീമിന്റെ മേളിലോട്ട് ഗാർഡറിന്റെ മേളിലോട്ട് വീണു, അങ്ങനെ രണ്ടുകൂടെ കൊളാപ്സ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ സമയത്ത് നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്ത സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്താ സംഭവിച്ചത് പരിശോധിക്കാം. നമ്മൾ സാറിന് നമ്മൾ ഈ ഇത് സമയത്ത് വാഹനം ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു, സ്റ്റോപ്പ് ചെയ്യാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത് നോക്കാം. ഒരു വണ്ടി വാഹനം വന്ന് കയറിയത് അബദ്ധത്തിൽ ഒരു രാജേഷ്, നമ്മുടെ പള്ളിപ്പാട് സ്വദേശിയാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടുമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇതിപ്പം 1000 ദിവസമാണ് നമ്മളിതൊരു കൺസ്ട്രക്ഷൻ വേണ്ടി ഉള്ളത്. ഇവിടെ 2700ഓളം ഗാർഡേഴ്സ് സ്ഥാപിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ഫുൾ ഇവിടെ വർക്കുകൾ ഡേ ആൻഡ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ നമ്മൾ ഈ ഇറക്ഷനും അതോടൊപ്പം തന്നെ ഈ ലിഫ്റ്റിംഗും ഒക്കെ നൈറ്റ് സമയത്താണ് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രശ്നം വെച്ചാൽ ഏകദേശം 70 യൂണിറ്റ് പെർ ഡേ, ഒരു ദിവസം ഒരു മിനിറ്റിൽ 70 വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകും. അപ്പൊ നമുക്കത് ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ട്രാഫിക് ഒരു നിയന്ത്രണത്തിലൂടെ ഈ കാര്യങ്ങൾ രണ്ടും നടത്തിയേ പറ്റത്തുള്ളൂ. സാങ്കേതിക പിഴവ് എന്ന രീതിയിലേക്കാണ് ചെയ്യാൻ പറ്റും സാറേ? ഉണ്ട് തീർച്ചയായിട്ടും. ഇല്ല, പോലീസിന് ത്രൂ ഔട്ട് നമ്മളെ പോലീസും അതോടൊപ്പം തന്നെ മാർഷൽസിനെ ഡിപ്ലോയ് ഉണ്ടായിരുന്നു. ജോലിക്കാർ ഓടിപ്പോയി, അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നാട്ടുകാർ പറയുന്നത്. അത് സ്വാഭാവികമല്ലേ, ആൾക്കാർ ഭയപ്പെട്ട് പോയത്. ഇങ്ങനെ ഇത്ര വലിയ സംഭവം ഭയപ്പെട്ട് മാറിക്കാണും. പക്ഷെ അവർ തിരിച്ചു വന്ന് ഉയർത്തി ബോഡി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ അപകടം നടന്ന് ആദ്യം ഓടിയെത്തിയ നാട്ടുകാർ പറഞ്ഞത് ഇവിടെ ആ സമയത്ത് തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, പോലീസ് സംവിധാനമോ അത്തരം സംവിധാനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കാം, പരിശോധിക്കാം. ആവശ്യപ്പെട്ടു, അശോക ബിൽഡേഴ്സിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഗതാഗതം നമ്മൾക്കിപ്പോ ഇവിടെ തന്നെ ഇപ്പൊ ഈ ഭാഗം തുറന്നുവിടാനായിട്ട് പറഞ്ഞേക്കുന്നു. ഒരു സൈഡിൽ കൂടെ നമ്മൾ ട്രാഫിക് കൊണ്ടുപോവുകയും മറ്റേ സൈഡ് നേരത്തെ നമ്മൾ ചെയ്യുന്ന മാതിരി അരുക്കുറ്റി വഴി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പിന്നെ ഇപ്പൊ നിലവിൽ രണ്ടും എക്സ്ട്രാ ജംഗ്ഷൻ തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അരുക്കുറ്റി വഴി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ ഒരു ലൈൻ ഇതിലേ വിടുകയും മറ്റേത് അതിലേക്ക് ഇറക്കി വിടാൻ പ്രതീക്ഷിക്കുന്നു. ഭാഗ്യമായിട്ട് പുനഃസ്ഥാപിച്ചു. അതെ. അപ്പൊ നമുക്ക് ഈ ഇവിടുത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഗാൻട്രി ഗേറ്ററിനകത്ത് നമ്മൾ വിഷയം നോർമൽ ഹൈവേയുടെ വീതി 24.5 മീറ്ററാണ്. നമ്മൾ ഗാൻട്രി ഗേറ്റർ പ്ലേസ് ചെയ്ത് 30 മീറ്റർ, പക്ഷെ ഇവിടുത്തെ വീതി 38 മീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാൽ ഈ ഗാർഡർ ഉയർത്തി ഈ ബാരിങ്ങിന്റെ മുകളിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് സൈഡിൽ വെച്ചിട്ട് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മുടെ ഹൈഡ്രോളിക് ജാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് പുഷ് ചെയ്തതിനു ശേഷം ആ പൊസിഷൻ വന്നതിന് ശേഷം ഇത് ലിഫ്റ്റ് ചെയ്യണം. ലിഫ്റ്റ് ചെയ്ത ഇതിന്റെ വെളി വെക്കണം, ബാരിങ്ങിന്റെ വെളി വെക്കണം. അപ്പൊ ആ സമയത്താണ് ഈ ജാക്ക് ഫെയിൽ ആവുകയും ഇത് സംഭവിക്കുന്നത്. ഒരെണ്ണം മറിഞ്ഞു,
അത് മറ്റേതിന്റെ മേളിൽ തട്ടി രണ്ടും താഴെ വീഴും. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ഉള്ളത് നമുക്ക് പിന്നെ KCCയുടെ ഭാഗത്താണ്, നമ്മുടെ അവിടെ ബീച്ചിന്റെ ഭാഗത്ത്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് മൊത്തം അവര് എക്സ്പെൻസിൽ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടായിരുന്നു അവിടെ ബീം. പക്ഷെ ലിഫ്റ്റ് ചെയ്തപ്പോ അല്ലല്ലോ, നമ്മുടെ വണ്ടിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞുകൂടെയല്ലോ, വണ്ടിയിൽ നിന്ന് വേണമല്ലോ, വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുകൂടെയാണ്. ഈ പലതവണ മീറ്റിംഗ് കൂടുകയും ഈ ഇതുവഴിയുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് പലതവണ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അപ്പോൾ ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? അല്ല, നമ്മളെ സംബന്ധിച്ചുള്ള ഇതൊരു ഇത്രയും വലിയ കോംപ്ലക്സ് വർക്കാണ്. 12,700 ബീമുകൾ ലിഫ്റ്റ് ചെയ്യണം, അത് പ്ലേസ് ചെയ്യണം. വലിയ കോംപ്ലക്സ് ഒരു ടൈം ബൗണ്ടായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊരു നമുക്കൊരു ജാക്ക് ഫെയിൽ, ഹൈഡ്രോളിക് ജാക്കിലാണ്. എപ്പോൾ ഫെയിൽ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം അത് കൃത്യമായിട്ട് ഈ ഹൈഡ്രോളിക് ജാക്ക് ഫെയിൽ ആയത് സംഭവിച്ചത് തീർച്ചയായിട്ടും അത് വരാൻ പാടില്ലാതെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു പോയി സംഭവം. നമ്മൾ ഗതാഗത നിയന്ത്രണം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ നമുക്ക് 28ഓളം മാർഷൽസിനെ ഇവിടെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. അവിടെ പോലീസിന് ടീമും ഉണ്ട്. തീർച്ചയായിട്ടും നാഷണൽ ഹൈവേയുടെ ഇന്ന് തന്നെ പറ്റൂല. നമ്മൾ അതിന്റെ എക്സ്പെർട്ടുകളൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും എന്തോ നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ അല്ലേ, എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇപ്പോഴാണ് വരുന്നത്. അതനുസരിച്ച് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷേ അത് സംഭവിച്ചുപോയി. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇത് ഈ എല്ലായിടത്തും നടക്കുന്നൊരു പണിയാണ്. ഇത് എവിടെ വേണമെങ്കിൽ ഈ ഉത്തരം ഇതുപോലെ പറയാമെന്ന് പറയുന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ? തീർച്ചയായും ശ്രീജ, കാരണം ഈ ആശങ്കകൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നു, ആലപ്പുഴ ജില്ലാ കളക്ടർ വർഗീസ് സംസാരിക്കുമ്പോൾ പോലും പറയുന്നത് ഇത് വലിയ രീതിയിലുള്ളൊരു ടാസ്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗർഡറുകൾ സ്ഥാപിക്കേണ്ട ഒരു ജോലിയാണ്, അത് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് മുന്നിൽ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട് എന്നതെല്ലാം തന്നെ പറയുമ്പോഴും ആരുടെ സുരക്ഷ, അത് എവിടെ നിൽക്കുന്നു എന്നൊരു വലിയ ചോദ്യം അപ്പോഴും ഉയരുന്നുണ്ട്. കാരണം ഇതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മതിയായ വെളിച്ച സംവിധാനം പോലും ഇല്ലാതെ രാത്രി കാലങ്ങളിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ആളുകൾ ഇതെല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യമാണ്. അത് സുരക്ഷാ ഓഡിറ്റിംഗ് അടക്കം നടത്തുമെന്നെല്ലാം തന്നെ പറയുമ്പോൾ പോലും ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ സംബന്ധിച്ചുള്ള മതിയായ പരിശോധനകൾ, തുടർന്ന് ഇത് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതെങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കാതെ വളരെ വേഗം മുന്നോട്ട് പോകുന്നുണ്ട്, വികസനമാണ്, അതെല്ലാം തന്നെ പറയുമ്പോൾ പോലും ഇവിടെ പണി ചെയ്യുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ, ദിനം പ്രതി ഒരു മിനിറ്റിൽ 70-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്നു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അതിന്റെ ഒരു ബാഹുല്യം നമുക്ക് മനസ്സിലാക്കാം. എത്രയധികം യാത്രക്കാർ ഇതിലൂടെ കടന്നു പോകുന്നു എന്നതെല്ലാം തന്നെ മനസ്സിലാക്കാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സുരക്ഷ സംബന്ധിച്ച് ആർക്ക് ഉറപ്പ് നൽകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഇത്തരം ഈ ഉണ്ടായ അപകടങ്ങളെ അതിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഇനിയെങ്കിലും അധികൃതർ അത് തയ്യാറാകേണ്ടതുണ്ട്. കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ആളുകൾ പറയുന്നത് പോലെ എത്രയധികം പേരുടെ ജീവനുകൾ ഇവിടെ നഷ്ടമായിരിക്കുന്നു എന്നതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പലതും തന്നെയും നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടേതാണ്. പലരും തന്നെ ഭൂരിഭാഗം പേരും തന്നെ ഇതര സംസ്ഥാനക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതിനൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ നാളുകൾക്കായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒട്ടനവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഒരു കണക്കെടുപ്പ് നടത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യം ഇങ്ങനൊരു അപകടമുണ്ടായ സമയത്ത് മാത്രമാണ് ഉയർന്നു വരുന്നത് എന്നതാണ് ഖേദകരം. നാട്ടുകാർ ഉയർത്തുന്ന പരാതികൾ, അവരുടെ ആശങ്കകൾ, അത് അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എന്തായാലും വിദഗ്ധരെത്തും. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റി തയ്യാറാക്കുക. എന്തായാലും ഒരു ദാരുണമായ ഒരു മരണമുണ്ടായി. ഗേഡർ ഉയർത്തുന്നതിനിടെ ഇടിഞ്ഞു വീണാണ് ഇന്നലെ രാത്രി പുലർച്ചെയോടെ ചന്ദരൂരിൽ, എറണാകുളം അരൂർ പാതയിൽ ചന്ദരൂരിൽ അപകടമുണ്ടായത്. നമ്മൾ ഇനി ഈ ദിവസത്തെ മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ഡൽഹി കാർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ചാവേർ ഡോക്ടർ
ഒമർ അബി തന്നെയെന്ന് DNA ഫലം. രാജ്യത്ത് സ്ഫോടന പരമ്പരകൾക്ക് സംഘം പദ്ധതിയിട്ടു എന്നാണ് വിവരം. സ്ഫോടനത്തിൽ തകർന്ന i20ക്ക് പുറമെ ഒരു ഫോർഡ് എക്കോസ്പോർട്ട്, ബ്രെസ എന്നീ വാഹനങ്ങളും ഈ ദൗത്യത്തിനായി വാങ്ങിയെന്നാണ് സൂചന. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, അത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല, മറിച്ച് വളരെ തയ്യാറെടുത്തുള്ള ഒരു ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗം. കൂടുതൽ സ്ഥലങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ആശങ്ക വളരെ വളരെ കൂടുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്? ശ്രീജ, ഇവരുടെ പക്കൽ നിന്ന്, ഈ ഡോക്ടർമാരുടെ സംഘത്ത് നിന്ന് ആകെ പിടിച്ചെടുത്ത ഈ സ്ഫോടക വസ്തുക്കളുടെ അളവ് എന്ന് പറഞ്ഞാൽ 3000 കിലോഗ്രാമാണ്. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവർ പദ്ധതിയിട്ടതെന്നതിൻ്റെ പ്രാഥമികമായിട്ടുള്ള തെളിവാണ്. 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, അതിലേതാണ്ട് 326 കിലോഗ്രാം മാത്രം അമോണിയം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ അവർ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ഈ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു. പ്രധാനമായിട്ടും 2012 മുമ്പാണ് ഈ അമോണിയം നൈട്രേറ്റ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്ഫോടനങ്ങളിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ RDX അല്ലെങ്കിൽ ഇപ്പോൾ IED പോലെയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ അമോണിയം നൈട്രേറ്റിന് പുറമെ മറ്റ് സ്ഫോടക വസ്തുക്കളും ഈ ഡോക്ടർമാർ സംഘടിപ്പിച്ചിരുന്നു. ഇത് വെച്ചിട്ടാണ് ഇവർ കൂടുതൽ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനത്തിനായിട്ട് പദ്ധതിയിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് വരുന്നത്. പോലീസ് നിലവിൽ 3 വാഹനങ്ങളെ പറ്റിയിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ ഈ ഡോക്ടർമാരുടെ സംഘം ഇത് വാങ്ങിയതായിട്ടുള്ള ശക്തമായിട്ടുള്ള തെളിവുകളും പോലീസിനുണ്ട്. ഇതിൽ ആദ്യത്തേത് ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്ന i20 എന്ന് പറയുന്ന i20 വാഹനമാണ്, ഈ വെള്ള കളർ i20. അതിന് പുറമെ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന ഒരു വാഹനം അവർ അത് വാങ്ങിയിട്ടുണ്ട്. ചുവന്ന കളർ ഫോർഡ് എക്കോസ്പോർട്ട് എന്ന് പറയുന്ന വാഹനമാണ് ഇവർ വാങ്ങിയതായിട്ട് സൂചനയുള്ളത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഡൽഹി രജിസ്ട്രേഷനിലാണ് ഈ വണ്ടി ഉള്ളത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ DL10CK 0458 എന്ന് പറയുന്ന ഒരു വാഹനമാണ് ഇവർ വാങ്ങിച്ചത്. ഇതിന് പുറമെ ഒരു ബ്രസ എന്ന വാഹനവും വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഫോർഡ് എക്കോസ്പോർട്ടിനെ പറ്റിയിട്ടുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിലവിൽ ഫരീദാബാദിൽ നിന്ന് ഇത് കണ്ടെത്തിയതായിട്ടാണ് വിവരം. അവിടെ ATS സേന ഉൾപ്പെടെ ഇത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ബ്രസ എവിടെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബ്രസയ്ക്ക് വേണ്ടി നിലവിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 3 കാറുകൾ ഉപയോഗിച്ച് വിവിധ ലൊക്കേഷനുകളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. ഇത് കാരണം തന്നെ വിവിധ കാർ ഡീലർമാരെ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. കാർ ഡീലർമാരുടെ വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് ഈ കാർ വിറ്റ ഈ പ്രധാന ഉടമയെ പറ്റിയിട്ടും അല്ലെങ്കിൽ കാർ ഡീലറെ പറ്റിയിട്ടും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ കാർ വിറ്റ ആളെ ചോദ്യം ചെയ്തത് വഴി മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു അമീർ റാഷിദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലാണ് ഈ കാർ വാങ്ങിയതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അമീർ റാഷിദ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അമീർ റാഷിദിന് പുറമെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഒമർ റാഷിദും അതുപോലെ തന്നെ താരിഖ് എന്ന് പറയുന്ന വ്യക്തിയും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവർ 3 പേരുമാണ് കാർ ഡീലർമാരായി ഈ ഡോക്ടർമാർക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇവർ 3 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ പ്രധാന കാർ ഡീലറുടെ കയ്യിൽ നിന്ന് ഒരു പഴയ i20 വാഹനം വാങ്ങി അത് ഈ പറയുന്ന ഈ ഭീകരപ്രവർത്തനം നടത്തുന്ന ഡോക്ടർമാർക്ക് കാർ വിറ്റ ഈ അമീർ റാഷിദിൻ്റെ പേരിലേക്ക് ആദ്യം മാറ്റുന്നു. ഈ അമീർ റാഷിദിൻ്റെ പേരിലേക്ക് മാറ്റി അതിനുശേഷം ഇത് ഈ ഡോക്ടർമാർക്ക് വിട്ടു നൽകുകയായിരുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. NIA അന്വേഷണ സംഘം ഉൾപ്പെടെ ഇപ്പോൾ ഫരീദാബാദിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഈ 10 അംഗ സംഘം എത്തി വിവിധ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഈ കാർ ഡീലർമാർ ഇപ്പോൾ ഇതിനകത്ത് അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ കൂടുതൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഒരു ഡോക്ടറെ കൂടി നിലവിൽ ഈ ഫരീദാബാദ് ഡോക്ടർമാരുടെ ഈ സംഘത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടറിനെ ഉത്തർപ്രദേശിലുള്ള ATS സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഈ ഡോക്ടർ കാൺപൂരിൽ ഉള്ള ഒരു കാർഡിയോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു. ജമ്മു കാശ്മീർ സ്വദേശിയാണ്. ഡോക്ടർ മുഹമ്മദ് ആരിഫ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇയാളെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള വനിതാ ഡോക്ടറായിട്ടുള്ള ഷാഹിദുമായിട്ടുള്ള ബന്ധത്തെ തുടർന്നാണ്. ഇവരുമായിട്ട് നിരന്തരം ടെലഫോണിൽ ഇയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ നിലവിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മുഹമ്മദ് ആരിഫിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഈ
കാൺപൂരിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഉത്തർപ്രദേശിൽ. അപ്പോൾ ഇയാളെയും ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഡോക്ടർമാരുടെ സംഘത്തിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ള 3 പേർ, അതുപോലെ ക്ഷമിക്കണം, ഇപ്പോൾ ഈ പുതിയ ആളെ കൂട്ടി ഇപ്പോൾ 4 പേർ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഈ 4 പേർക്ക് പുറമെ കൂടുതൽ ആളുകൾ ഈ കണ്ണിയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി പിടിയിലാകാത്ത കൂടുതൽ ഡോക്ടർമാർ, കൂടുതൽ കണ്ണികൾ പുറത്തുണ്ടാകാം. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടുതൽ സജീവമായിട്ടുണ്ട്. പ്രധാനമായിട്ടും അൽഫല ആശുപത്രിയെ കേന്ദ്രീകരിച്ചൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്. ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി തങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധമില്ല, ഇവർ തങ്ങളുടെ ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്നു, അവിടെ ജോലി ചെയ്തിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ അവരുമായിട്ട് കൂടുതൽ ബന്ധങ്ങളില്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അവർ പ്രസ്താവന ഇറക്കിയിരുന്നു. എന്നാൽ ഈ ആശുപത്രിയെ കേന്ദ്രീകരിച്ചും കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. കാര്യം ഇവിടെ വെച്ചാണ് ഈ ഡോക്ടർമാരുടെ സംഘം അവർ കാണുകയും ഇത്തരത്തിൽ ഈ പദ്ധതി ഇട്ടതും എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിന് ലഭിക്കുന്ന വിവരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒമർ നബി ഇയാളുടെ ഈ DNA പരിശോധനാ ഫലം അതും കൂടി തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ആക്രമണം അത് ഈ കാർ ഓടിച്ചിരുന്നത് ഇയാളാണ്. അതുപോലെ തന്നെ ഈ അവിടെ ചെന്ന് ഈ ചാവേറ ഈ ബോംബ് സ്ഫോടനത്തിലൂടെ മരിച്ചതും ഇയാൾ തന്നെയാണെന്ന് പൂർണ്ണമായിട്ട് തെളിഞ്ഞു. അപ്പോൾ ഇനി കൂടുതൽ കണ്ണികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ബീഹാറിലേക്ക്. ബീഹാറിൽ ആകാംക്ഷ അതിൻ്റെ പാരമ്യത്തിലാണ്. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ NDA ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. തരംഗം മഹാസഖ്യത്തിന് അനുകൂലമായിരിക്കുമെന്ന കണക്കുകൂട്ടൽ RJD കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. എക്സിറ്റ് പോൾ ആകട്ടെ ഒരു സമ്പൂർണമായ വിജയം NDAക്ക് പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അവസാന ദിവസവും മഹാസഖ്യത്തിൻ്റെ ക്യാമ്പിൽ ആത്മവിശ്വാസത്തിന് കുറവില്ല, അതെല്ലാം തള്ളിക്കളയുന്നുണ്ട്. എങ്ങനെയാണ് വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ? എന്തൊക്കെയാണ് അവസാന ഘട്ടത്തിലെ ചർച്ചകൾ? ശ്രീജ, ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. ഏതായാലും നാളെ ഈ സമയം വോട്ടെണ്ണൽ തുടങ്ങാൻ ഇരിക്കുന്ന സമയമായിരിക്കും. തീർച്ചയായും വലിയ പ്രതീക്ഷ NDA ക്യാമ്പിനുണ്ട്. പ്രചാരണത്തിന് ആദ്യഘട്ടങ്ങളിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളെല്ലാം തന്നെ വലിയ വിജയം, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം പ്രവചിച്ചത് തന്നെയാണ് NDAയുടെ ആത്മവിശ്വാസത്തിന് പ്രധാനപ്പെട്ട ഘടകം. കാരണം ഏതാണ്ട് 9-ലധികം സർവേകളാണ് NDA അധികാര തുടർച്ച ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്. അതും 140 അല്ലെങ്കിൽ 150 സീറ്റിന് വരെ NDA നേടിയേക്കാം എന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന് പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി നടപ്പാക്കിയ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന അടക്കമുള്ള സ്ത്രീകളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണം, ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ വോട്ടായി മാറി എന്നൊരു പ്രതീക്ഷ NDA ക്യാമ്പ് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിൻ്റെ ഭരണനാളുകളും ലാലുവിൻ്റെ ഭരണനാളുകളും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു BJP കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ NDA ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് മഹാസഖ്യം ചൂണ്ടിക്കാണിക്കുന്നത് എക്സിറ്റ് പോളുകളല്ല, യഥാർത്ഥ റിസൾട്ട് വരുമ്പോൾ കാര്യങ്ങൾ മാറിമറിയും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും നേതാക്കളൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. തേജസ്വി യാദവ് പോലും അത്തരം പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വോട്ടുണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കുവെക്കുന്നത്. ഏതായാലും ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് 67% വോട്ടുകൾ ഇത്തവണ രേഖപ്പെടുത്തി. ഇത് റെക്കോർഡാണ്. നേരത്തെ 2000-ലാണ് ഇതിനു മുമ്പ് ഏതാണ്ട് 62% വോട്ടുകൾ പോൾ ചെയ്തത്. മാത്രവുമല്ല മൊത്തം വോട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ സ്ത്രീ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 71% സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. സാധാരണഗതിയിൽ സ്ത്രീ വോട്ടുകൾ വലിയ തോതിൽ ആകർഷിച്ചിരുന്ന നേതാവ് നിതീഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ ഭരണനാളുകളിൽ പല കാലങ്ങളിലായി നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾക്ക് സ്ത്രീകൾ വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ തുടർച്ച ഇത്തവണ ഉണ്ടാകുമോ അതോ മാറ്റം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും രണ്ട് ക്യാമ്പുകളും ഈ ഘട്ടത്തിലും വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി വലിയ
യാത്രയൊക്കെ നടത്തിയതാണ് ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര. അത് ഗുണം ചെയ്തും ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്ന് നാളെ അറിയാം. ഒപ്പം തന്നെ NDAക്ക് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ദേശീയ തലത്തിൽ കഴിഞ്ഞ 2 സർക്കാരുകൾ പോലെയല്ല, സഖ്യ സർക്കാരാണ്, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അവിടെ JDU എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാകും. തീർച്ചയായിട്ടും രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നാളെ ഈ നേരം വരെയുള്ളൂ ആകാംക്ഷയുടെ ദൈർഘ്യം. ഈ നേരത്ത് തന്നെ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങൾ വന്നു തുടങ്ങും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ന്യൂസ് 18 പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ആവേശത്തോടെ തദ്ദേശപ്പോര്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ ഇറങ്ങും. നാമനിർദ്ദേശ പത്രിക സമർപ്പണവും നാളെ മുതലാണ്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി 21 22-ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. 24 വരെ പത്രികകൾ പിൻവലിക്കാം. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് 54.88% പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 1,52,00,000-ലധികം പേർക്ക് ഇന്നലെ വരെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു. നവംബർ 25-നുള്ളിൽ SIRന്റെ ആദ്യഘട്ടമായ എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തീകരിക്കാനാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നേർക്കുനേർ മത്സരം നടത്താൻ LDFനെയും UDFനെയും വെല്ലുവിളിച്ച് BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ML അശ്വിനി. BJPക്ക് ജയസാധ്യതയുള്ള ഇടങ്ങളിൽ LDFും UDFും ഒറ്റക്കെട്ടാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതായും അശ്വിനി ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ 3 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്നും അശ്വിനി ന്യൂസ് 18നോട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമാണ്. ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് അത് നിയമസഭയിലും അതിൻ്റെ അടിത്തറ ഉറപ്പിക്കുക എന്ന് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. എന്തായാലും BJP ജില്ലാ പ്രസിഡന്റ് അശ്വിനിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നത്. നമ്മോടൊപ്പം ജില്ലാ പ്രസിഡന്റ് അശ്വിനി തന്നെ ചേരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ പറയും. എങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്? നമ്മൾ കഴിഞ്ഞ 4 മാസമായിട്ടാണ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 മാസമായിട്ട് നമുക്ക് വോട്ടർ ഇൻക്ലൂഷനും ഡാറ്റ കളക്ഷൻസും അതേപോലെ ഡിലീഷൻസും പിന്നെ ഹിയറിംഗ് കൊണ്ടുവരുന്നത് അങ്ങനെ 4 മാസമായിട്ട് നമ്മളെ പ്രവർത്തകന്മാർ ഈ ഇലക്ഷൻസ് വേണ്ടിയിട്ട് വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ പ്രാവശ്യം ഒരു നല്ല വോട്ടും നമ്മൾ ചേർത്തിട്ടുണ്ട് BJPൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതും മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു വാർഡ് ജയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടേഴ്സ് വേണ്ടേ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് അറിയാം ഈ പ്രാവശ്യം നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡിയാണ് BJPക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മളെ ജനങ്ങൾ ഈ പ്രാവശ്യം BJPക്ക് വോട്ട് തന്നിട്ടായിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജയിപ്പിക്കുന്നു ഉറപ്പ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം ഒപ്പം പിണറായി സർക്കാരിന്റെ ദുർഭരണം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം. നിലവിൽ ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഇപ്പോൾ മധൂർ വർഷങ്ങളായി BJPയുടെ കയ്യിലാണ്. 3 പഞ്ചായത്ത്, പല സ്ഥലങ്ങളിലും പ്രതിപക്ഷമാണ്. ഇത്തവണ എന്തായിരിക്കും BJPയുടെ പ്ലാൻ? എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകും? കാസർഗോഡ് ജില്ലയിലെ 38 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റിയാണ്. നമ്മൾ ഈ 38 പഞ്ചായത്തും അതേപോലെ കാസർഗോഡ് 3 മുനിസിപ്പാലിറ്റിയും നമുക്ക് ഭരിക്കണം എന്ന ആഗ്രഹത്തെ കൊണ്ടാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ പഞ്ചായത്തിലും ഈ പ്രാവശ്യം BJP ഭരിക്കണം എന്ന് ആ ഒറ്റ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ ചന്ദ്രഗിരി അപ്പുറത്തെ സ്ഥലത്ത് നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിക്കുന്നില്ല. സ്ഥാനാർത്ഥികൾ നിൽക്കാൻ തയ്യാറായെങ്കിൽ അന്ന് രാത്രി തന്നെ കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരോ പോയിട്ട് ഭീഷണി വരുത്തിട്ട് നിർത്താത്ത പോലെ ചെയ്യും. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത് ഈ LDFിനെ UDF നിങ്ങൾ നമ്മളെ കൂടെ ഫൈറ്റ് ചെയ്യണം, അല്ലാണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സ്ഥാനാർത്ഥികളെ നിർത്താത്ത പോലെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നേരിട്ടായിട്ട് ഫൈറ്റ് കൊടുക്കണം എന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാണ് മഞ്ചേശ്വരത്തിന്റെ ഒരു നിലവിലൊരു അവസ്ഥ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? നമ്മളെ മഞ്ചേശ്വരം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൻസിയാണ്. അത് നമുക്ക് ഈ കർണാടക ബേസ് ആയിട്ട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഒരു വർക്കിൻ്റെ കീഴിൽ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് മാംഗ്ലൂരാണ്. അപ്പോൾ എല്ലാവരും രാവിലെ പോയിട്ട് ഈവനിങ് വരുന്നതും പിന്നെ അറിയാമല്ലോ ആ ഈവനിങ്ങിന് ശേഷം നൈറ്റ് ശേഷം വർക്ക് എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്.
അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിലല്ല നമുക്ക് മഞ്ചേശ്വരത്തിൽ നമുക്ക് വർക്കുകൾ പോകുന്നത്. എന്നാലും നമ്മൾ നന്നായിട്ട് അവിടെ വർക്ക് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയും ഈ പ്രാവശ്യം നമുക്ക് നന്നായിട്ടുള്ള വോട്ട് വർധനകൾ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പ്രൊഫഷണലുകൾ അങ്ങനെയൊക്കെയാണ് അവർ ഇത് സ്ഥാനാർത്ഥികളിൽ. അത് BJP എങ്ങനെ കാണുന്നു? ഈ LDF പിന്നെ UDF നമുക്കറിയാം, എപ്പോഴും നമുക്ക് ഓൾഡ് ഏജ് ആയിട്ടുള്ള സീനിയേഴ്സ്മാരമാണ് അവർ നിർത്തുന്നത്. പക്ഷെ BJP അങ്ങനല്ല, വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയാണ്. എപ്പോഴും പുതിയ മുഖങ്ങൾ വരണം. യൂത്തിന്റെ പിന്തുണ BJP അതെ, യൂത്തിന്റെ പിന്തുണമാണ് നമുക്ക് BJPയിലേക്ക്. അപ്പോൾ യൂത്ത് കൊണ്ടുവരണം നമുക്ക്. അപ്പോൾ യൂത്ത്ക്കാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നും അവർ ചെയ്യുന്നത് BJP ജയിക്കുന്നെന്ന് വിചാരിച്ച് കഴിഞ്ഞെങ്കിൽ ഈ രണ്ട് പാർട്ടികൾ ഉണ്ടാവുന്നില്ല, ഒറ്റ ഒരു പാർട്ടിയായിട്ട് മാറും. അപ്പോൾ വോട്ട് മാറിക്കും. അപ്പോൾ BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷന നിലയല്ലേ നേരെ ഫൈറ്റ് കൊടുക്കണം എന്ന് ഞാൻ ചാലഞ്ച് ഇടുന്നുണ്ട്. നേരെ ഫൈറ്റ് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ ഫൈറ്റ് കൊടുത്തിട്ടായിട്ട് ഈ ചാലഞ്ച് ഫേസ് ചെയ്യണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അശ്വിനിയാണ് മഞ്ചേശ്വരം മത്സരിക്കുന്നതൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് സ്ഥിരീകരിക്കേണ്ടതാണ്, അത് ഔദ്യോഗികമായിട്ടില്ല. എങ്ങനെ കാണുന്നു? മഞ്ചേശ്വരവും കാസർഗോഡും 2ാം സ്ഥാനത്താണ്. ഇഞ്ചോടിഞ്ച് കപ്പിനും ചുണ്ടിനിടയിലാണ് മഞ്ചേശ്വരം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത്. എങ്ങനെ കാണുന്നു ആ ഒരു മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യൻസി ആവട്ടെ, അതേപോലെ നമുക്ക് കാസർഗോഡ് കോൺസ്റ്റിറ്റ്യൻസി ആവട്ടെ, നമുക്ക് ആക്ച്വലി ജയിക്കുന്ന പറ്റുന്ന ഒരേ കോൺസ്റ്റിറ്റ്യൻസികളാണ്. നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജയിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞെങ്കിൽ അപ്പം തന്നെ ഈ LDF പിന്നെ UDF ഒന്നാവും നമ്മളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ചില പാർട്ടിക്കാരുണ്ട്, അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് BJPക്ക് എന്തായാലും ഞങ്ങൾ ജയിക്കാൻ വിടുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഒറ്റ ഒരു കാര്യം പറയുന്നത്, BJPനെ ജയിക്കാൻ വിടാനില്ല, നിങ്ങൾ ഒറ്റ കെട്ടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഏകകക്ഷിയായിട്ട് നിൽക്കണം. നമ്മൾ ഒരു ഭാഗത്ത് ഏകകക്ഷിയായിട്ട് നിൽക്കും അന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാൻ ഞാൻ ഇപ്പോൾ ഈ ഓപ്പൺ ചാലഞ്ച് ഇടുന്നുണ്ട്. അതേപോലെ സ്ഥാനാർത്ഥികളുടെ വിഷയത്തിൽ അത് നമ്മൾ സ്റ്റേറ്റ് തീരുമാനിക്കും 6 സ്ഥാനാർത്ഥിന്. പക്ഷേ ഇനി 6 സ്ഥാനാർത്ഥിയായിട്ട് വന്നെങ്കിലും പോലും ഇവിടെ BJPയുടെ ജില്ലാധ്യക്ഷ നിലയിൽ ഞാൻ മുമ്പ് നിന്നുകൊണ്ട് ഈ ഇലക്ഷൻസ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം മഞ്ചേശ്വരം, അതേപോലെ കാസർഗോഡ്, അതേപോലെ പറ്റുന്നുണ്ടെങ്കിൽ ഉദുമത്തിലും നമുക്ക് നമ്മളെ MLA ഉണ്ടാക്കാൻ പറ്റും. BJP ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. നേർക്ക് നേരുള്ള മത്സരം നടത്താൻ അവർ വെല്ലുവിളിച്ചിരിക്കുന്നു. അതിന് തയ്യാറാണോ LDFും UDFും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതോടൊപ്പം ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുമെന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണം അവർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കായംകുളം നിയോജക മണ്ഡലത്തിലെ ആദ്യ NDA സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. വിജയഭേരി 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ കൃഷ്ണപുരം, പത്തിയൂർ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിലെ കരിയിലക്കുളങ്ങര, ദേവികുളങ്ങര ഒഴികെയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2ാം ഘട്ടമായി 57 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയും വൈകാതെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തവണ വിജയിച്ച ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ ഇത്തവണ കടുത്ത പ്രതിസന്ധിയിലാണ് UDF. സീറ്റ് വിഭജനത്തെ ചൊല്ലി ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇവിടെ തർക്കം രൂക്ഷമാകാൻ കാരണം. അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നതോടെ സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടിയിരിക്കുകയാണ്. ആദ്യം 4 സീറ്റ് ആവശ്യപ്പെട്ട ലീഗ് ഒരെണ്ണമെങ്കിലും വേണമെന്നാണ് അവസാന ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. വാരം ഡിവിഷനാണ് ലീഗിന് താൽപര്യം, എന്നാൽ അത് നൽകാനാവില്ലെന്ന് കോൺഗ്രസും നിലപാടെടുത്തതോടെയാണ് തർക്കം രൂക്ഷമായത്. കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള K. സുധാകരൻ തർക്കം പരിഹരിക്കാൻ നേരിട്ടെത്തുമെന്നാണ് സൂചന. സമവായത്തിലെത്താൻ ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റുകൾ വെച്ചുമാറാനും സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ മുന്നണികൾ. വരും ദിവസങ്ങളിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വിജയപ്രതീക്ഷയിലാണ് ഇടത് വലതു മുന്നണികളും ഒപ്പം BJP. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയമാണ് LDFന് പ്രതീക്ഷ നൽകുന്നത്. പത്തനംതിട്ടയിലെ 53 പഞ്ചായത്തുകളിൽ 37 എണ്ണവും LDFനൊപ്പമാണ്. ജില്ലാ പഞ്ചായത്തിലും നഗരസഭയിലും ബ്ലോക്ക് പഞ്ചായത്തിലും നില മെച്ചപ്പെടുത്താൻ LDFന് കഴിഞ്ഞു. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും LDFനൊപ്പമാണ്. സർക്കാരിൻ്റെ ഭരണനേട്ടവും വികസന പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. LDF പൂർണ്ണ വിശ്വാസത്തോടെയാണ്, ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ തവണ റെക്കോർഡ് വിജയം പത്തനംതിട്ട ജില്ലയിലുണ്ടായി.
ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ആ വിജയം ആവർത്തിക്കും. അതിൻ്റെ എണ്ണം കൂട്ടാനാണ് ഞങ്ങൾ നോക്കുന്നത്. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സമയത്ത് എല്ലായിടത്തും ഉണ്ടായി, കാലുമാറ്റം മൂലം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോയി. മുനിസിപ്പാലിറ്റിയും ഇതേപോലെ തന്നെ 3 മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു. ഒരു മുനിസിപ്പാലിറ്റിയാണ് അന്ന് BJP അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ജില്ലാ പഞ്ചായത്തിലും 12 എന്നുള്ളതിൻ്റെ എണ്ണം ഒരെണ്ണമെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ജില്ലയിലെ ഒരു നഗരസഭയും 2 ബ്ലോക്ക് പഞ്ചായത്തും 13 പഞ്ചായത്തുകളുമാണ് UDF-നൊപ്പമുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയാത്തതുമായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണം. ഇത്തവണ ഇത് പരിഹരിച്ച് നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് UDF. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും സ്വർണ്ണക്കവർച്ച വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് UDF നേതൃത്വം പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ UDF-ന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ജില്ലയിലെ 960ഓളം വാർഡുകളിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി 920 വാർഡ് കമ്മിറ്റിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് വാർഡുകളുടെ എണ്ണം കൂടിയപ്പോൾ അത് 968ഓളം വാർഡുകളാണ് വന്നിരിക്കുന്നത്. അവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നേരത്തെ തന്നെ രൂപീകരിച്ച് പുതിയതായിട്ട് വന്ന വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണവും അടുത്ത കാലത്ത് തന്നെ നടത്തി. അവർക്കെല്ലാം വാർഡ് പ്രസിഡന്റുമാർക്കെല്ലാം ഐഡന്റിറ്റി കാർഡ് കൊടുത്തുകൊണ്ട് ചിട്ടയായ പ്രവർത്തനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നബിലിറ്റി മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 3 പഞ്ചായത്തുകളിലും പന്തളം നഗരസഭയിലും ഭരണം നേടാൻ കഴിഞ്ഞതാണ് NDA മുന്നണിയുടെ പ്രതീക്ഷ. ചില പഞ്ചായത്തുകളിൽ 2-ലധികം സീറ്റുകൾ നേടാനും BJPക്ക് കഴിഞ്ഞതും നേട്ടമായി കരുതപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടുകൾ ജില്ലയിൽ ലഭിച്ചതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പത്തനംതിട്ട. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് തിരശ്ശീല ഉയർന്നു കഴിഞ്ഞു. നമ്മൾ എല്ലായിടത്തും ഇറങ്ങി നടക്കുമ്പോൾ കാണുന്നുണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് മത്സരിക്കാനുള്ള ഓട്ടത്തിലാണ്. പ്രചാരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് കൊടിതോരണങ്ങൾക്കും പൂമാലകൾക്കുമൊക്കെയാണ്, സംശയമില്ലല്ലോ. ഇലക്ഷൻ എത്തിയതോടെ ആലപ്പുഴ വഴിച്ചേരി മാർക്കറ്റിലെ റഷീദക്കയും കുടുംബവും വലിയ തിരക്കിലാണ്. കാരണം ഈ ജില്ലയിലെ ആസ്ഥാന കൊടിതോരണ തയ്പ്പുകാർ അവരാണ്. ഒന്നും രണ്ടുമല്ല, 15 വർഷം. അതിനിടയിൽ എത്രയെത്ര സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടികൾ റഷീദിക്കയും ജുബൈരെയും തേടി വഴിച്ചേരിയിലെ ഈ കടയിലെത്തി. എല്ലാവർക്കും വേണ്ടത് ജയത്തിന് മുന്നിൽ പാറിക്കളിക്കേണ്ട കൊടികളാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ഥിതി വ്യത്യസ്തമല്ല. കൊടിതോരണങ്ങൾക്കിടയിൽ എല്ലാവർക്കും വിജയാശംസകൾ പകർന്നുകൊണ്ട് പ്രചാരണായുധങ്ങൾ മെനയുകയാണവർ. തെരഞ്ഞെടുപ്പ് കാലമായി അല്ലേ? ഇനിയിപ്പോ ചൂട് പിടിച്ച വർക്കുമായിരിക്കും. എല്ലാം റെഡിയാണോ? എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നല്ല മഴ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഒരവസ്ഥ ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥ എങ്ങനെ? ഓരോ വർഷം കൂടുന്തോറും ഇത്തരത്തില് കൊടിതോരണങ്ങളൊക്കെ വാങ്ങുന്നതിന്റെ അളവൊക്കെ കൂടുന്നുണ്ടോ? അതോ ഇപ്പൊ ഒന്നും അറിഞ്ഞോട്ടെ. ഇപ്പൊ നോമിനേഷൻ കൊടുക്കുന്നേ ഉള്ളല്ലോ. നാളെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാനൊക്കെ ഉള്ളു എങ്ങനെയാണെന്ന്. അത് കച്ചവടമൊക്കെ ഉണ്ടാവും. ഞങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കുക. സാധനം എല്ലാം ചെയ്തിരിക്കുകയാണ്. എല്ലാം തയ്ച്ചോണ്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് നാട്ടിലേക്ക് മടങ്ങിയത്. യാദൃച്ഛികമായി ഒരു കൊടി തയ്ച്ചു. പിന്നെ തങ്ങ് ജീവിതത്തിന്റെ ഭാഗമായി മാറി. 1980 പോയി 2010 തിരിച്ചു വന്നു. അനീഷ് കട ഇവിടെ ഉണ്ടായിരുന്നു. 80 പോയ ആളാണ്. എവിടെയായിരുന്നു? സൗദി അറേബ്യയിൽ. 2010 തിരിച്ചു വന്നു. അപ്പോൾ ഈ തയ്യക്കട അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. തയ്യലായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ സമ്മേളനം വന്നപ്പോൾ അവർക്ക് കൊടി തയ്ച്ചതാണ് ഇത് തുടക്കമായത്. ഇത് പാർട്ടി സമ്മേളനം ഒരു 15 വർഷത്തിന് മുമ്പ് CPIയുടെ സമ്മേളനം ആലപ്പുഴയാണ്. അപ്പോഴും മുതലേ ഇത് തുടങ്ങിയത്. ആദ്യമായിട്ട് അന്നാണോ കൊടി തയ്ക്കുന്നത്? കൊടി തയ്ക്കുന്നത്. അത് ഡ്രസ്സുകളൊക്കെ തയ്ച്ചു. ആലപ്പുഴയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൊടിതോരണങ്ങൾ വിൽക്കുന്നൊരു കടയാണ് അല്ലെ? എല്ലാവരും വരുന്നത് ഇവിടെയാണ്. എല്ലാവരും വരുന്നത് ഇവിടുന്നാണ്. ഓർഡറൊക്കെ വന്ന എന്തുമാത്രം ഓർഡർ ഉണ്ട്? ഒത്തിരി ഓർഡർ ഉണ്ട്. നമ്മൾ ആരുടെയൊക്കെയാ കൊടി തയ്ക്കുന്നത്? എല്ലാവരുടെയും തയ്ക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടേതും ഉണ്ട്, സംഘടനകളുണ്ട്.
സ്വതന്ത്രന്മാരൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? സ്വതന്ത്രന്മാർ അവരാവശ്യപ്പെടുന്നത് തയ്ച്ചു കൊടുക്കും. അവർക്ക് ചിഹ്നം കൊടി ചിഹ്നമാണെന്നുണ്ടല്ലോ അത് തയ്ച്ചു കൊടുക്കും. ബാക്കിയുള്ളവരുടെയൊക്കെ തയ്ച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. അളവുകൾ, വലിപ്പം, വില എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കൊടികളെ സംബന്ധിച്ച്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒന്നാണ് അല്ല. അപ്പൊ നിങ്ങളുടെ ബിസിനസ് 5 വർഷത്തിൽ ഒരിക്കൽ. അതുകൂടാതെ ഈ സംഘടനകളുടെ പള്ളി പെരുന്നാളുണ്ട്, ക്രിസ്ത്യൻ പള്ളി പെരുന്നാൾ, അമ്പലങ്ങളിൽ ഉത്സവം, അതിനുള്ള സാധനങ്ങളൊക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. അതായത് വിവിധ മതവിഭാഗങ്ങളുടെ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ട്, എല്ലാത്തിനും റെഡിയാണ്. അതെ അതെ, എല്ലാവരുടെയും റെഡിയാണ്. നമ്മൾ ഈ കൊടികളൊക്കെ തയ്ക്കുമ്പോഴേ എന്തെങ്കിലും ഇതിന്റെ അളവ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതെന്താ? അളവുണ്ട്, 3-2 അളവൊക്കെ ഉണ്ട്. അതൊന്ന് പറഞ്ഞു തരുമോ? 3-2 അളവ്, പിന്നെ 4-3 അളവ്, ഇങ്ങനെ ഒരേ അളവുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്ക് വ്യത്യാസം അതൊന്നും ഇല്ല. എങ്ങനെയാണ് 3-2 സാധാരണ കൊടിയുടെ അളവ്. 3-2 അതെല്ലാ കൊടികളും. 3-2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വീതി? 3 അടി നീളം, 2 അടി വീതി. പിന്നെ അവരുടെ അതനുസരിച്ച് വലുതാക്കി തയ്ച്ചു കൊടുക്കും. വളരെ രസകരമായ ഒരു ദൃശ്യങ്ങളാണ്. കാരണം ഇതിനകത്തേക്ക് കയറുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ആണ് എന്നുള്ളതാണ് അതിനകത്തൊരു പ്രത്യേകത. അവരെല്ലാവർക്കും ഒരേപോലെ പ്രയോറിറ്റി കൊടുക്കുന്നു. ഒപ്പം തന്നെ ഈ കടയ്ക്കും ഇവരൊക്കെ ഒന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. വർഷങ്ങളായി ഇവർ ഇങ്ങനെ തന്നെ തുടരുന്നു. ഓരോ രാഷ്ട്രീയ പാർട്ടികളും മാറുന്നു, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉദയം ചെയ്യുന്നു. പക്ഷെ അപ്പോഴും എല്ലാം ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിലെ മറ്റൊരു ആവേശകരമായ കാഴ്ചയാണ് ആലപ്പുഴ മുനിസിപ്പൽ റോഡിൽ നിന്നും ഉള്ളത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. മുസ്ലിം ലീഗിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള മേഖലയായതുകൊണ്ടാണ് കോട്ടയ്ക്കൽ നഗരസഭ 32 സീറ്റിൽ മത്സരിക്കുന്നതെന്ന് ലീഗ് വിമതൻ. സീറ്റ് കോൺഗ്രസിന് നൽകുമെന്ന് ധാരണയുള്ളതായി അറിയില്ലെന്ന് മാങ്ങാടൻ അബ്ദുള്ളക്കുട്ടി പറയുന്നു. ഇവിടെയും കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഭിന്നത മുതലെടുക്കാനാണ് CPM-ന്റെ നീക്കം. ലീഗിന് 700ഓളം വോട്ടുള്ള ഒരു വാർഡാണത്. ഒരു 30 വോട്ട് വരും. CPM-ന് ഏകദേശം അവിടെ ഒരു 300 വോട്ട്, 330 വോട്ടോളം അവിടെ ഓൾറെഡി ആയിട്ട് ഈ 15 വർഷമായിട്ട് ആ പാറ്റേൺ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഞങ്ങളല്ല കയറി വന്നിട്ടുള്ളത്, ഇവരാണ് കയറി വന്നത്. ഇവരാണ് മാറേണ്ടത്. ഞങ്ങളെന്തിനാ മാറേണ്ട ആവശ്യം? ധാരണ അനുസരിച്ച് ഞങ്ങളവർ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെ വാർഡ് കമ്മിറ്റി അവിടെ കോട്ടക്കുളം ഗാന്ധിനഗറിൽ എല്ലാ കമ്മിറ്റികളും സജീവമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇതുവരെ ഒരു വിവരങ്ങൾ അറിയിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അറിവില്ലല്ലോ. ഇതാണ് 32-ാം വാർഡായ ഗാന്ധിനഗറിൽ മത്സരിക്കാൻ മാങ്ങാടൻ അബ്ദുള്ളക്കുട്ടിയുടെ ന്യായീകരണം. പാർട്ടിയുടെ സ്ഥാനാർത്ഥിയല്ല ഇദ്ദേഹമെന്നും മത്സരിച്ചാൽ നടപടിയെടുക്കുമെന്നുമാണ് ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. അതിനപ്പുറം ഒന്നും പറയാനുമില്ല. എന്നാൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത എങ്ങനെ മുതലെടുക്കാമെന്നാണ് CPM ആലോചന. പ്രശ്നം 32-ാം വാർഡിൽ മാത്രം ഒതുങ്ങില്ലെന്നും രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടുകെട്ടുകൾക്ക് സാധ്യതയുണ്ടെന്നും CPM. ലീഗിനകത്ത് പല വാർഡുകളിലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വലിയ അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട്. കോട്ടക്കലിലെ മുസ്ലിം ലീഗിനകത്ത് വിഭാഗീയത 2 ഭാഗങ്ങളായി ചേർന്നുകൊണ്ടുള്ള വിഭാഗീയത കുറേ കാലമായി കോട്ടക്കലുള്ളതാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഗുണമായി മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. UDF ജില്ലാ നേതൃത്വം അടുത്ത ദിവസം വിളിച്ചേർത്ത യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കോട്ടക്കിലെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം. അതേസമയം പ്രചരണ തിരക്കിലായതിനാൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് 32-ാം വാർഡിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മാങ്ങാടൻ മരക്കാരെന്ന ബാവുട്ടി. ന്യൂസ് 18, മലപ്പുറം. അങ്ങനെ ബാവുട്ടിയുടെ നാമത്തിലാണ് അവിടെ തർക്കം നടക്കുന്നത്. പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിലും ലീഗിൻ്റെ സ്ഥാനാർത്ഥി മോഹി വളരെ പ്രതീക്ഷയിലാണ്. ഇങ്ങനെ എത്രയെത്ര വിശേഷങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളുമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് വരും. ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് ആർക്കൊക്കെയാണ് വളരെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് നോക്കാം. കൊല്ലം പള്ളിമുക്ക് സ്വദേശി ഷെർബി ഭീമ ദമ്പതികളുടെ മകൾ ദുവ എസ് താജിൻ്റെ പിറന്നാളാണ് ഇന്ന്. ദുവക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. ബിനോയ് രേഷ്മ ദമ്പതികളുടെ മകൾ ചൈത്ര ബിനോയുടെ പിറന്നാളാണ്. ഞങ്ങളുടെ വീഡിയോ എഡിറ്ററാണ് ബിനോയ്. അപ്പോൾ ചൈത്രക്കുട്ടിക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഞങ്ങളുടെ എല്ലാവരുടെയും പേര്. പരശുവയ്ക്കൽ സ്വദേശി സജിയുടെയും ഗീതുവിൻ്റെയും മകൻ
ഇഷാന്റെ 3ാം പിറന്നാളാണിന്ന്. ഹാപ്പി ബർത്ത്ഡേ ഇഷാൻ. അഞ്ചൽ സ്വദേശിയായ ശ്രീരാജിന്റെ പിറന്നാളാണ്. ശ്രീരാജിനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അഞ്ചൽ പുത്തയത്തെ ആദികേശവിന്റെ 6ാം പിറന്നാളാണിന്ന്. ഹാപ്പി ബർത്ത്ഡേ ആദികേശവ്. ത്രിജ്യോതിപുരം സ്വദേശി ഗീതയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നത് ഭർത്താവ് സഞ്ജീവും മക്കൾ ഹരിനാരായണനും ഹരിനന്ദനുമാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. തിരുവനന്തപുരം കാവുവിള സ്വദേശിയായ സിന്ധുവിന്റെ മകൾ അരുന്ധതിയുടെ പിറന്നാളാണ് ഇന്ന്. അരുന്ധതിക്ക് ആശംസകൾ അറിയിക്കുന്നത് സഹോദരി ആരതിയും അമ്മൂമ്മ പത്മജയുമാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി പോലീസ് പെട്രോൾ കാണാം.